ഫിഷ് കിട്ടുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് അത് കറി വെക്കുക അല്ലെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കുകയല്ലേ ചെയ്യാറ്. പക്ഷേ ഇന്ന് ഞാനിത് ഗ്രില്ല് ചെയ്തെടുക്കുകയാണ്. സോറി, ഞാനല്ല കേട്ടോ, റാഷിക്കാണ് ഇതിൻ്റെ ക്ലീനിങ്ങും പിന്നെ അതേപോലെ തന്നെ കായം തേക്കലും ഗ്രില്ല് ചെയ്യലൊക്കെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ മീനിൻ്റെ പേര് നട്ടറാണ്. ഇത് കോറിയിൽ വിൽക്കാൻ വേണ്ടിയിട്ട് വളർത്തുന്ന ഫിഷാണ്. ഇത് കൊണ്ടുവന്ന ടൈമിൽ ഇതിന് ചെറുതായിട്ട് ജീവനുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ടൈം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കിയുള്ള മീനുകളൊക്കെ അതേപോലെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അവസാനമായിട്ടാണ് കേട്ടോ ഗ്രില്ല് ചെയ്യാനുള്ള മീൻ ഞങ്ങൾ കട്ട് ചെയ്യുന്നത്. അപ്പം ഇത് ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ഈ വാല് ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ചെയ്യേണ്ടത് ഇതിൻ്റെ ഈ സൈഡ് ഭാഗങ്ങളൊക്കെ, ഇതിൻ്റെ ചിറക് ഭാഗങ്ങളൊക്കെ ഇതേപോലെ കത്രിക യൂസ് ചെയ്ത് കട്ട് ചെയ്യുക. അപ്പം ഈ മീൻ ക്ലീൻ ആക്കാൻ പല ആളുകൾക്കും മടിയായിരിക്കും. അപ്പം സിമ്പിൾ പ്രോസസ്സാണ് ഇത് ക്ലീൻ ആക്കാൻ. നമ്മൾ സാധാ മീൻ ക്ലീൻ ചെയ്യുന്ന പോലെ തന്നെയാണ്, പക്ഷേ അതിലേക്ക് കുറച്ച് സംഭവങ്ങളും കൂടി എക്സ്ട്രാ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എളുപ്പമാണ്. അപ്പം ഇതേപോലെ എല്ലാ ഭാഗങ്ങളും കത്രിക യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി കത്തി യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ ഇതേപോലെ ഒന്ന്. പിന്നെ ചിലർ പറയാറുണ്ട് ഈ പുഴയിൽ നിന്നും അതേപോലെ കോറിയിൽ നിന്നൊക്കെ പിടിക്കുന്ന മീനിന് നമ്മളെ കടൽ ഫിഷിൻ്റെ അത്ര ടേസ്റ്റ് വരില്ല എന്നൊക്കെ. പക്ഷേ അതൊക്കെ വെറുതെ പറയാണ്. ഈ മീൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല പൊടിയുള്ള മീനാണ്. കഴിക്കാൻ തന്നെ നല്ല സോഫ്റ്റ് ആയിരുന്നു ഈ മീൻ. ഇനി ഈ മീനിൻ്റെ വയറ്റിനുള്ളിലെ വേസ്റ്റൊക്കെ കളയണം. അതിന് വേണ്ടിയിട്ട് ഈ വായിൻ്റെ ഭാഗത്തു നിന്നും താഴേക്ക് വയറിൻ്റെ ആ ഭാഗത്തേക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ സാധാ മീൻ കട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതും. ഇനി കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലത്തെ വേസ്റ്റൊക്കെ നമുക്ക് കളയാം. ഇനി ഇതിൻ്റെ തലക്കകത്തുള്ള ഈ ചെകിളപ്പൂവൊക്കെ നമുക്കിത് റിമൂവ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ പല്ല് കണ്ടില്ലേ, നമ്മുടെ മനുഷ്യരെ പല്ലിൻ്റെ അതേപോലെ തന്നെയാണ് എനിക്ക് തോന്നിയത്. ഇനി അവസാനമായിട്ട് ഇതിൻ്റെ ഈ സൈഡ് ഭാഗം കൂടി കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് ആഴത്തിൽ ഇതേപോലെ വരകളിട്ട് കൊടുക്കുക. ഇനി അവസാനമായിട്ട് ചെറിയൊരു പ്രോസസ്സും കൂടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ, അതാണിത്. ഈ മീൻ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂണ് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കുറച്ച് ടൈം ഉപ്പിലിട്ട് വെച്ചതിന് ശേഷം ഒന്നുകൂടി കഴുകിയിട്ട് ഇത് മാറ്റി വെക്കാം. ഈ സ്റ്റേജ് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 കഷ്ണം വലിയുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, 5 വെളുത്തുള്ളി, പിന്നെ അതേപോലെ തന്നെ ചെറിയൊരു പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് 4-5 ചെറിയ ഉള്ളിയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 4 ഉണക്കമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് പെരുംജീരകം ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക 1 ടീസ്പൂണ്. ഇനി അടുത്തത് 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി അവസാനമായിട്ട് ഞാനിതിലേക്ക് ലെമൺ ജ്യൂസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 ലെമൺ ജ്യൂസ് ഫുള്ളായിട്ടും കുരു കളഞ്ഞിട്ടിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള 2 ടീസ്പൂണ് ഉപ്പാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഫിഷ് എടുത്തിട്ട് അതിൻ്റെ മേലെ ഇതെല്ലാ ഭാഗത്തേക്കും ഒന്ന് തേച്ച് പിടിപ്പിക്കാം. ഇനി കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഫിഷിൻ്റെ വയറിനകത്തേക്ക് ഇതേപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് മസാലയും കൂടി അതിന് മുകളിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞങ്ങളിത് രാത്രിയാണ് കേട്ടോ മസാല തേച്ച് വെച്ചത്. മസാല പിടിക്കാനും വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റുക, ഫ്രീസറിലേക്ക് ഒരിക്കലും മാറ്റരുത് കേട്ടോ. അപ്പോൾ 1 ഡേ ഇത് ഫ്രിഡ്ജിൽ കിടന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ രാത്രിയാണ് കേട്ടോ ഞങ്ങളിത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നത്. അപ്പോൾ അത്രയൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാൽ തന്നെ കറക്റ്റ് മസാല പിടിച്ച് കിട്ടും. ഇനി ഒരു അലൂമിനിയം ഫോയിൽ എടുത്തിട്ട് അതിലേക്കാണ് ഈ ഫിഷ് വെക്കുന്നത്. പിന്നെ ഇത് ഒട്ടി പിടിക്കാതിരിക്കാനും വേണ്ടിയിട്ട് കുറച്ച് ഓയിലും കൂടി ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അവസാനമായിട്ട് വേറെ അലൂമിനിയം ഫോയിലും കൂടി എടുത്തിട്ട് ഇതൊന്നും കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇനി നമ്മുടെ ഗ്രില്ല് ചെയ്യുന്ന അതെടുത്തിട്ട് അതിൽ നമ്മുടെ ഫിഷ് ഒന്ന് വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. ഇതിന് മുന്നായിട്ട് ഞങ്ങൾ കുറച്ച് ചിരട്ട കത്തിച്ച് ഇതേപോലെ കനലുണ്ടാക്കി സെറ്റ് ചെയ്ത ശേഷമാണ് കേട്ടോ മീൻ ഇതേപോലെ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. ഇനി കനലിൻ്റെ ചൂട് എല്ലാ ഭാഗത്തേക്കും എത്താനും വേണ്ടിയിട്ട് ഇതേപോലെ വീശി കൊടുക്കുക. ഈ സമയത്ത് ഇങ്ങനെ തീ കത്തിയാൽ കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മൾ അലൂമിനിയം ഫോയിൽ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഒരു 10-20 മിനിറ്റ് വരെ ഞങ്ങളിത് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഓരോ ഫിഷിനും ഡിഫറെൻറ്റ് ടൈമാണ് കേട്ടോ വേവാൻ. ഞങ്ങളെടുത്ത് നട്ടർ ഏകദേശം 10-15-20 മിനിറ്റ് കൊണ്ട് കറക്റ്റ് വെന്ത് വന്നിട്ടുണ്ട്. അലൂമിനിയം ഫോയിൽ ഇത് പൊതിഞ്ഞതുകൊണ്ട് തന്നെ ഇത് കറക്റ്റ് വെന്ത് വന്നിട്ടുണ്ട്. എവിടെയും കരിഞ്ഞു പോയിട്ടൊന്നുമില്ല.
ഇനി ഇത് നമുക്ക് ചൂടോടുകൂടി തന്നെ നമുക്ക് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത്. അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇനി ഇങ്ങനത്തെ കോറിയിൽ നിന്ന് കിട്ടുന്ന മീനുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ എന്തായാലും ഒന്ന് വാങ്ങിയിട്ട് ഉണ്ടാക്കി നോക്കുക.